ഒടുവിൽ ബാസുരാങ്കനെ പുറത്താക്കി മുഖം രക്ഷിച്ച് CPI. ഇത്രയധികം ക്രമക്കേടുകൾ വർഷങ്ങളായി നടത്തുന്നു. 66 കേസിൽ ഒന്നാം പ്രതി. എന്നിട്ട് പോലും പോലീസ് ഒന്ന് വിളിപ്പിക്കുക പോലും ചെയ്യാതെ ഇപ്പോൾ ED എത്തുമ്പോൾ മാത്രം പേരിന് ഒരു 5 മിനിറ്റ് ജില്ലാ എക്സിക്യൂട്ടീവ് ചേരുന്നു, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന പ്രഖ്യാപനം വരുന്നു. ഉടൻ തന്നെ മന്ത്രി ചിഞ്ചുറാണി മാധ്യമങ്ങളെ കാണുന്നു, മിൽമയുടെ തലപ്പത്ത് നിന്ന് മാറ്റിയെന്ന അറിയിപ്പ് വരുന്നു. വെറും പ്രഹസനം എന്ന് മാത്രമേ പറയാൻ കഴിയൂ. ഒരു വർഷമായി ബാസുരാങ്കനെ സംരക്ഷിച്ച പാർട്ടിയാണ് ഒടുവിൽ കൈവിട്ടത്. ബാസുരാങ്കനെ CPI നിന്നും പുറത്താക്കിയത് ഇപ്പോഴത്തേത് ഗൗരവമായ സാഹചര്യം എന്ന പാർട്ടി വിലയിരുത്തലാണ് പോലും. ഇത്രനാളും എന്തുകൊണ്ട് ഗൗരവമായി തോന്നിയില്ല എന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. അതിനിടെ ബാസുരാങ്കന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന 28 മണിക്കൂർ പിന്നിട്ടു. ഇന്നലെ പുലർച്ചെയാണ് ബാസുരാങ്കന്റെയും സെക്രട്ടറിമാരുടെയും വീടുകളിൽ ഉൾപ്പെടെ 7 ഇടത്ത് EDയുടെ പരിശോധന തുടങ്ങിയത്. റെയ്ഡിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ബാസുരാങ്കനെ തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അനധികൃതമായി ജീവനക്കാർക്ക് ശമ്പളം നൽകി, മതിയായ ഈടില്ലാതെയും ക്രമവിരുദ്ധമായും കോടികൾ വായ്പ നൽകി തുടങ്ങിയ ഗുരുതര ക്രമക്കേടുകളിലൂടെ 101 കോടി രൂപയുടെ സാമ്പത്തിക ശോഷണം ബാങ്കിനുണ്ടായി എന്നാണ് സഹകരണ വകുപ്പിന്റെ കണ്ടെത്തൽ. 173 കോടി രൂപ നിക്ഷേപകർക്ക് നൽകാനുണ്ട്. ഈയിടെ ഭരണസമിതി രാജിവെച്ച് ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലായി. കണ്ടല ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് സഹകരണ രജിസ്ട്രാർ 2 ആഴ്ച മുൻപ് EDക്ക് കൈമാറിയിരുന്നു. ബാസുരാങ്കൻ നേരത്തെ ക്ഷീരയിലും അഴിമതി നടത്തിയിരുന്നു. ക്ഷീര പ്ലാന്റ് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ദേഹാസ്വാസ്ഥ്യവുമായി തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന കണ്ടലയിലെ വില്ലന്റെ മെഡിക്കൽ റിപ്പോർട്ട് അനുകൂലമായാൽ EDയുടെ അറസ്റ്റിന് സാധ്യതയേറെയാണ്. ആ നാണക്കേട് ഒഴിവാക്കാൻ മാത്രമാണ് പാർട്ടി പുറത്താക്കൽ എന്ന പ്രഹസനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഗൗരവമുള്ള വിഷയമാണെന്ന് ഇപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടതിൽ ആശ്വസിക്കുന്നു.